നമസ്കാരം. കലാകൗമുദി ഓൺലൈനിലേക്ക് സ്വാഗതം. ലോക്സഭയിൽ കോൺഗ്രസിന്റെ കയ്യിലുള്ള വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ശശി തരൂരിന് തന്നെ നൽകണമെന്ന് സോണിയാഗാന്ധി നിർബന്ധം പിടിച്ചത് എന്തുകൊണ്ടായിരിക്കും? വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിനെ ചേർത്ത് നിർത്തിയാൽ മാത്രമേ കേരളത്തിലെ കോൺഗ്രസിന് പ്രതീക്ഷിക്കുന്ന ഫലം കൊയ്യാൻ കഴിയുകയുള്ളൂ എന്ന് കോൺഗ്രസ് ഹൈക്കമാൻഡിന് നന്നായി അറിയാം. ശശി തരൂരിനെ സൈഡ് ലൈൻ ചെയ്യാനുള്ള, പാർശ്വവൽക്കരിക്കാനുള്ള കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളുടെ ശ്രമങ്ങൾക്കെതിരെ കോൺഗ്രസ് ഹൈക്കമാൻഡ് കടുത്ത അസംതൃപ്തിയാണ് പ്രകടിപ്പിക്കുന്നത്. ശശി തരൂരിനെ ഒരു കാരണവശാലും മാറ്റി നിർത്തരുത്. വിദേശകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സ്ഥാനം കോൺഗ്രസിനാണ് അനുവദിച്ചിരിക്കുന്നത്. അതിലേക്ക് ശശി തരൂരിനെ വീണ്ടും നിയോഗിച്ചത് വഴി തരൂർ പാർട്ടിയുടെ അവിഭാജ്യ ഘടകമാണെന്നും പാർട്ടിയുടെ സമുന്നത നേതാവാണെന്നും വർക്കിംഗ് കമ്മിറ്റി അംഗമാണെന്നും ഒരിക്കൽ കൂടി പ്രഖ്യാപിക്കുകയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡ്. ഇത് കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്ക് ചില്ലറ തലവേദനയല്ല സൃഷ്ടിക്കുന്നത്. ശശി തരൂരിനെ കേരളത്തിലെ കോൺഗ്രസ് പ്രചരണ സമിതിയുടെ തലവനാക്കാനുള്ള നീക്കം ഹൈക്കമാൻഡ് നടത്തുന്നുണ്ടെന്നാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത്. കോൺഗ്രസിന്റെ പ്രചരണ സംവിധാനത്തെ ശശി തരൂർ നയിക്കട്ടെ എന്നുള്ളൊരു നിർദ്ദേശം ഹൈക്കമാൻഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. എന്ന് വെച്ചാൽ പ്രചരണ സമിതി ചെയർമാൻ, ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ, അത് വളരെ ഉന്നതമായ സ്ഥാനമാണ്. ഈ നിയമസഭാ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനം ശശി തരൂരിന് നൽകണമെന്നാണ് ഹൈക്കമാൻഡിൻ്റെ മനസ്സിലിരിപ്പ്. ഹൈക്കമാൻഡ് അത് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കളെ അറിയിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ കോൺഗ്രസ് നേതാക്കൾക്ക് അക്കാര്യത്തിൽ വലിയ വിമിഷ്ടമുണ്ട്. തരൂരിനെ ഒരു കാരണവശാലും എവിടേക്കും അടുപ്പിക്കാൻ അവർക്ക് യാതൊരു ആഗ്രഹവുമില്ല, താല്പര്യവുമില്ല. കാരണം ഓപ്പറേഷൻ സിന്ദൂറിന് ശേഷം ശശി തരൂർ നടത്തിയ മോദി സ്തുതികൾ കേരളത്തിലെ കോൺഗ്രസിനെ അക്ഷരാർത്ഥത്തിൽ ഇടങ്ങേറിലാക്കിയിരുന്നു. അതുകൊണ്ട് ഈ ശശി തരൂരിനെ ഇനിയും വലിച്ചു കൊണ്ടുവന്ന് അദ്ദേഹത്തിൻ്റെ നാവിൽ നിന്ന് എന്തെങ്കിലും വീണ് ഇലക്ഷൻ സമയത്ത് പാർട്ടി പ്രതിരോധത്തിലായാൽ, പ്രതിസന്ധിയിലായാൽ അത് വോട്ടുകൾ കുറയ്ക്കുമെന്നുള്ള പേടി ഇവർക്കെല്ലാവർക്കുമുണ്ട്. മാത്രമല്ല വിവിധ നിയോജക മണ്ഡലങ്ങളിൽ ചില നിയോജക മണ്ഡലങ്ങളൊക്കെ 2000-3000 വോട്ടിനാണ് പലപ്പോഴും സ്ഥാനാർത്ഥി ജയിച്ചു കയറാറുള്ളത്. പ്രത്യേകിച്ച് ന്യൂനപക്ഷ സ്വാധീനമുള്ള മണ്ഡലങ്ങളിൽ, മുസ്ലിം വിഭാഗത്തിന് സ്വാധീനമുള്ള മണ്ഡലങ്ങളിലൊക്കെ കോൺഗ്രസ് ജയിച്ചു കയറുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമല്ല. അപ്പോൾ അതുകൊണ്ട് അതിനൊരു തിരിച്ചടി ഒരുപക്ഷെ തരൂരിൻ്റെ സാമീപ്യം അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ പ്രസൻസ് ഉണ്ടാക്കുമെന്നുള്ള ഭീതി കേരളത്തിലെ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. എന്നാൽ ഒരു കാരണവശാലും തരൂരിനെ BJPയിലേക്ക് തള്ളിവിടാൻ കഴിയില്ല. കേരളത്തിലെ കോൺഗ്രസ് തരൂരിന് ഇവിടെ മാന്യമായ സ്ഥാനം നൽകണം. അദ്ദേഹത്തെ പ്രചരണ സമിതിയുടെ ചെയർമാനാക്കണം. 14 ജില്ലകളിലും ശശി തരൂർ പരിപാടികളിൽ പങ്കെടുത്ത് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും പരിപാടികളിൽ പങ്കെടുത്തുകൊണ്ട് ശശി തരൂർ കോൺഗ്രസിൻ്റെ അവിഭാജ്യ ഘടകമാണെന്ന് കേരളത്തിലെ വോട്ടർമാരെ ബോധ്യപ്പെടുത്തണമെന്നാണ് ഇപ്പോൾ കോൺഗ്രസ് ഹൈക്കമാൻഡ് കർശന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഇതിനെക്കുറിച്ച് പ്രതികരിക്കാൻ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളാരും തയ്യാറായിട്ടില്ല. നേരത്തെ ശശി തരൂരിനോട് കേരളത്തിലെ പരിപാടികളിലൊന്നും പങ്കെടുക്കേണ്ട എന്നുള്ള രീതിയിലുള്ളൊരു നിർദ്ദേശമല്ല, അത്തരത്തിലൊരു അഭിപ്രായം കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വം മുന്നോട്ട് വച്ചിരുന്നു. കേരളത്തിലെ ഒരു കോൺഗ്രസിൻ്റെ ഒരു പരിപാടിയും ശശി തരൂരിനെ കറിഞ്ഞ കുറേ നാളുകളായി വിളിക്കാറില്ല. അതും ഈ മുസ്ലിം വിഭാഗങ്ങൾക്ക് ഈ കാര്യത്തിൽ തരൂരിനോടുള്ള എതിർപ്പുണ്ടായി, മോദി സ്തുതിയുടെ പേരിൽ ഒരു എതിർപ്പുണ്ടായി എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടിയാണ് സംസ്ഥാനത്തെ കോൺഗ്രസ് നേതൃത്വം തരൂരിനെ അടുപ്പിക്കേണ്ട എന്നുള്ള നിലപാടിലേക്ക് എത്തിച്ചേർന്നത്. പക്ഷേ തരൂരിനെ അടുപ്പിച്ചേ മതിയാകൂ. തരൂരിനെ മുൻനിർത്തിയില്ല എങ്കിൽ മധ്യവർഗ വോട്ടുകൾ കോൺഗ്രസിന് നഷ്ടപ്പെടുന്ന സാഹചര്യം ഉണ്ടാവും. ഇപ്പോൾ തന്നെ NSS കോൺഗ്രസുമായി ഉടക്കി കഴിഞ്ഞു. അവരുടെ വോട്ടുകൾക്കുള്ളിൽ വലിയ BJPയിലേക്ക് പോകും, കുറേയൊക്കെ CPMലേക്ക് പോകുന്നുള്ള അവസ്ഥയിലേക്ക് വന്നു. അപ്പോൾ കോൺഗ്രസിന് സ്വന്തമായിട്ടൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയുന്നില്ല. സ്വന്തമായൊരു വോട്ട് ബാങ്ക് സൃഷ്ടിക്കാൻ കഴിയാതെ എങ്ങനെ തെരഞ്ഞെടുപ്പിനെ നേരിടുമെന്നാണ് ഹൈക്കമാൻഡ് ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ കേരളത്തിലെ കോൺഗ്രസ് നേതാക്കളെ മുഖവിലയ്ക്ക് എടുക്കേണ്ടതില്ല എന്നൊരു സന്ദേശമാണ് ഇപ്പോൾ ഹൈക്കമാൻഡ് നൽകുന്നത്. കാരണം ശശി തരൂരിനെ മുന്നിൽ നിർത്തിക്കൊണ്ട്, ശശി തരൂരിനെ പ്രചരണ സംവിധാനത്തിൻ്റെ ചെയർമാനാക്കിക്കൊണ്ട് എല്ലാ നിയോജക മണ്ഡലങ്ങളിലും അദ്ദേഹം പോയി സംസാരിക്കട്ടെ, പ്രസംഗിക്കട്ടെ. അപ്പോൾ ഒരു പുതിയ തലമുറയ്ക്ക് ഒരു അട്രാക്ഷൻ ഉണ്ടാവും കോൺഗ്രസിനോട്. അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ പ്രമുഖ പ്രതിസന്ധി എന്ന് പറയുന്നത് പുതിയ തലമുറയ്ക്ക്, കേരളത്തിലെ കോൺഗ്രസിന് പുതിയ തലമുറയ്ക്ക് പറ്റിയ നേതാക്കളില്ല, അല്ലെങ്കിൽ പുതിയ തലമുറയെ ആകർഷിക്കാൻ പറ്റിയ നേതാക്കൾ ഇപ്പോൾ കോൺഗ്രസിൽ ഇല്ല എന്നുള്ളൊരു വലിയ പരാതി ഹൈക്കമാൻഡിനുണ്ട്. പലതവണ ഹൈക്കമാൻഡ് പ്രകടിപ്പിച്ചതാണ്. എന്നാലും ഇനി ശശി തരൂരിനെ കൂടെ മാറ്റി നിർത്തിയാൽ പൊതുവെ ഒരു ചെറുപ്പക്കാരായ, യുവജനങ്ങളായ, അല്ലെങ്കിൽ ഒരു മധ്യവർഗ സ്വഭാവമുള്ള വോട്ടർമാർ കോൺഗ്രസിൽ നിന്ന് വീണ്ടും അകലും. അത് വലിയ തോതിലുള്ള പരിക്ക് വരുന്ന തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിനുണ്ടാക്കും. ഇത് സോണിയാഗാന്ധിക്ക് മനസ്സിലായി, ഹൈക്കമാൻഡിന് മനസ്സിലായി, രാഹുൽ ഗാന്ധി അടക്കമുള്ളവർക്ക് മനസ്സിലായി. എന്നാൽ തരൂരിനെ അടുപ്പിക്കില്ല എന്നുള്ള വാശിയിൽ നിൽക്കുന്ന കേരളത്തിലെ കോൺഗ്രസ് നേതാക്കന്മാർക്ക് കടുത്ത നിർദ്ദേശം തന്നെ ഇക്കാര്യത്തിൽ ഹൈക്കമാൻഡ് നൽകിയെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഏതായാലും വരുന്ന തെരഞ്ഞെടുപ്പിൽ ശശി തരൂരിന് പ്രചരണ കമ്മിറ്റി ചെയർമാൻ സ്ഥാനമോ ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാൻ സ്ഥാനമോ അല്ലെങ്കിൽ അതുപോലുള്ള ഒരു പ്രമുഖ സ്ഥാനം നൽകി അദ്ദേഹത്തെ എല്ലാ നിയോജക മണ്ഡലങ്ങളിലെയും തെരഞ്ഞെടുപ്പ് യോഗങ്ങളിൽ പങ്കെടുപ്പിക്കുമെന്നും സംസാരിപ്പിക്കുമെന്നുമാണ് ഇപ്പോൾ നമുക്കറിയാൻ കഴിയുന്നത്. ഹൈക്കമാൻഡ് ഏതായാലും തരൂരിനെ വിടില്ല എന്നുള്ള കാര്യം ഉറപ്പായി കഴിഞ്ഞു.